വയനാട്ടിലെ പോളിംഗിൽ ശരാശരി 6 മുതൽ 7% കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടെ രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്ന UDFന്റെ അവകാശവാദമാണ് സംശയത്തിലാകുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടും ഉയർന്ന ഭൂരിപക്ഷവും ലഭിക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF നേതാക്കൾ. ചരിത്രത്തിലെ ഏറ്റവും മോശം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ LDFന്റെയും BJPയുടെയും വോട്ടുകളാണ് പോൾ ചെയ്യാതിരുന്നതിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കും. എന്നാൽ ഭൂരിപക്ഷം കൂടുമെന്നത് UDFന്റെ ദിവാസ്വപ്നം മാത്രമാണെന്ന് LDF നേതാക്കൾ പരിഹസിക്കുന്നു. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പെട്ടിയിലായിട്ടുണ്ട്. LDFന്റെ 100% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വോട്ട് ചെയ്ത്? പൊളിറ്റിക്കലായ ഒരു മാസമാണത്. അവർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയപ്പോൾ അവർ വോട്ട് ചെയ്തു. നോൺ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തിയതുകൊണ്ടും വൈകാരിക തലവും നടത്തിയതുകൊണ്ടും UDF വോട്ടർമാരിൽ അത് സ്വീകാര്യമായില്ല. അതിനിടെ മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി മേപ്പാടിയിൽ സജ്ജീകരിച്ച ബൂത്തിൽ കള്ളവോട്ട് നടന്നതായി ആരോപണമുയർന്നു. നബീസ അബൂബക്കർ എന്ന വ്യക്തിയുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.